Hi all, welcome to our YouTube channel. സോ ഇതെന്റെ യൂട്യൂബ്, ഇത് ആനന്ദ്. നിങ്ങൾ എന്റെ പല വ്ളോഗ്സിലും കണ്ടു കാണും, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പുറകെ ഇരിക്കുന്ന എന്റെ അമ്മയാണോ? ആണ്. ഞാൻ ഓക്കെ ഈ ഇതിന്റെ ഇടയ്ക്കൂടെ കാണുന്ന എന്റെ അമ്മയാട്ടോ. ഹായ് കൊടുക്കമ്മ. കാണാം. അപ്പൊ ഞാനും ആനന്ദൂടെ ഇന്ന് അടൂർ വരെ പോവാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് ഇല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കാനും ഒക്കെ. ഇവന് കുറച്ച് ഹെഡ്സെറ്റ്, ഫോൺ, എനിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ നമ്മൾ രണ്ടുപേരോട് ഒന്ന് പുറത്ത് പോകണം. അപ്പൊ ഞാൻ കരുതി ഒരു ചെറിയ വ്ളോഗ് ആക്കാൻ. കുറേ നാളായി ഒരു വ്ളോഗ് ഒക്കെ ചെയ്തിട്ട്. എന്തെങ്കിലും പറ. നമ്മുടെ 17 സീരീസ് ഇറങ്ങി, അപ്പൊ ഒന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫൈനൽ തോട്ട്സ്. അതുകൊണ്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചു. ആനന്ദാണ് എന്റെ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എനിക്ക് പറഞ്ഞു തന്ന് വാങ്ങിച്ചു. ഏത് ഫോണാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്? 15+. നീ ഏതാ യൂസ് ചെയ്യുന്നത്? ഞാൻ 15+. ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫോൺ വാങ്ങിച്ചത്. പക്ഷെ ഇവന്റെ ഫോണിൽ നല്ല ഫോട്ടോ വരും, എന്റെ ഫോണിൽ പഞ്ഞ ഫോട്ടോ വരും. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇവനെയാണ് വിളിക്കുന്നത്. സോ ഈ ഫോണും ഞാൻ വിചാരിച്ചു ഇവൻ കുറച്ച് വിവരമുള്ള ഒരാളുള്ളത് നല്ലതാണല്ലോ. എനിക്ക് ഫോണിനെ പറ്റി ഒന്നും വലിയ വിവരം ഇല്ലാത്തതുകൊണ്ട് ഇവനെയും കൊണ്ട് പോയിട്ടൊന്ന് വാങ്ങാമെന്നല്ല, ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടൂര് പോവാണ്. സോ ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യെസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നല്ല വേഗമാണ് അടൂരുള്ള മൈജിയിലേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ആനന്ദിന് ക്യാമറ നോക്കണം, എനിക്ക് ഫോൺ നോക്കണം, ഇതൊക്കെ നോക്കാം. എല്ലാം നമ്മൾ വിചാരിച്ചോട്ട് കിട്ടുമോ നോക്കാം. ബൈ. മൈജിന്ന് ഇപ്പം ഇറങ്ങി. നമ്മൾ വന്ന ഫോണിൽ നമ്മൾ നോക്കാൻ വന്നത് 17 Pro ആണ്. അത് കണ്ടു. പക്ഷെ 17 Pro ഇല്ലായിരുന്നു, 17 Pro Max ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സ്റ്റിൽ നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഫോണിൻ്റെ റിവ്യൂ പിന്നെ എനിക്ക് എൻ്റെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ചോദിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഓഫറൊക്കെ? എക്സ്ചേഞ്ച് ഓഫർ ഒരു നല്ലൊരു പ്രൈസിംഗ് ആണ് പറഞ്ഞത്. പ്ലസ് കാർഡ് ഡിസ്കൗണ്ട് ഒരു തിരക്കേടില്ല. എന്നാലും നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഓഫർ കേട്ടതിലായാലും ഫോൺ കണ്ടതിലായാലും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. എടുക്കണോ വേണ്ടോ എന്നുള്ള കൺക്ലൂഷൻ ഒന്നും എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വിചാരിച്ചു വേറൊരു ലൈക്ക് നല്ലതല്ലേ വേറൊരിടത്തൂടെ പോയി ചോദിക്കുന്നത്. അങ്ങനെ വേറൊരിടത്തൂടെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ബട്ട് ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. എനിക്ക് എടുക്കാൻ കൊള്ളാമെന്ന് ഇപ്പോൾ ഒരു പ്ലാനൊക്കെ ഉണ്ട്. നല്ല എയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എയർ കൈ പിടിക്കാൻ ഭയങ്കര അത്രയും തിന്നായതോടെ നൈസ് ആയിരുന്നു. എയറിന്റെ ഇൻഹാൻഡ് ഫീൽ അടിപൊളിയാണ് ഗൈസ്. ഡു ചെക്ക് ഔട്ട്. ഞാൻ 17 Pro ആണ് നോക്കുന്നു എന്നുള്ളൂ കേട്ടോ. വാങ്ങിക്കത്തില്ലായിരിക്കും ചിലപ്പോൾ. ബട്ട് സ്റ്റിൽ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് കാണാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ വെറുതെ നോക്കിയിട്ട് ഞാൻ കളയും. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് കാണാം. അപ്പൊ നമ്മൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലെത്തി. ലാസ്റ്റ് നമ്മൾ കയറിയത് സെൽ പോയിന്റിലാണ്. എനിക്ക് സെൽ പോയിന്റ് ആണ് കുറച്ചുകൂടെ ലൈക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട. മൈജി കൊള്ളില്ലെന്നല്ല, ബെറ്റർ ഓപ്ഷൻ സെൽ പോയിന്റിലായിരുന്നു. എന്റെ ഫോണിന്റെ എക്സ്ചേഞ്ച് ഒക്കെ വെച്ചായാലും എല്ലാം കൂടെ എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയത് സെൽ പോയിന്റ് ആണ്. പിന്നെ ഓൾറെഡി എനിക്ക് അവിടെ അറിയാം, അവിടുത്തെ ആൾക്കാരെ ആയാലും. അതുപോലെ ഞാൻ നേരത്തെ ഫോണൊക്കെ എടുത്തത് അവിടെ നിന്ന് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കംഫർട്ട് ഉണ്ട്, അവിടുത്തെ ആൾക്കാരെയൊക്കെ അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് സെൽ പോയിന്റ് ആണ് സെലക്ട് ചെയ്തത്. പിന്നെ ഒരു ഫോണും സെലക്ട് ചെയ്തിട്ടുണ്ട്. എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സർപ്രൈസ് ആണ്. ഏതായിരിക്കും എടുക്കുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഫോണൊക്കെ ഞാൻ നോക്കിയെന്ന്. പക്ഷെ അവിടെ ചെന്ന് ഞാൻ വീണ്ടും ഫോണൊക്കെ നോക്കി എന്റെ മനസ്സ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, രണ്ട് ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡും കമ്പയർ ചെയ്തിട്ടുണ്ട്, iOS ഒബിയസ്ലി കമ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു iOS യൂസർ ആണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇനി ആൻഡ്രോയിഡിലോട്ട് വീണ്ടും മാറിയാലോ. പ്രയോറിറ്റി ഐഫോൺ കൊടുത്തിട്ടില്ല, എന്നാലും ഓപ്ഷൻ ഉണ്ട്. അതെ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മൈജി കൊള്ളില്ല, മൈജിയുടെ ഓഫർ കൊള്ളില്ലെന്നൊന്നും അല്ല കേട്ടോ. എല്ലാം മൈജി ആയാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പം. സെൽ പോയിന്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഹാപ്പി ആയിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ എനിക്ക് കൺവീനിയൻറ്റും എനിക്ക് കംഫർട്ടും എല്ലാം സെൽ പോയിന്റ് ആയതുകൊണ്ട് ഞാൻ സെൽ പോയിന്റ് തന്നെ ഫൈനലൈസ് ചെയ്യുകയാണ്.
അപ്പൊ ഫോൺ എടുക്കുന്ന ദിവസം ഞാൻ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ ഇവനും ഒരു ചായ പോകുന്നത് ഓഫേഴ്സ് എല്ലാം കേട്ടപ്പോ ഞാൻ ഏത് ഫോൺ എടുക്കും, ഞാൻ ഇന്ന ഫോൺ എടുക്കണമെന്നൊക്കെ ഒരു ഇതായി. എക്സ്ചേഞ്ച് കാരണം ഞാനും എടുക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി എക്സ്ചേഞ്ച് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോൺ സെയിം അപ്പൊ നമുക്ക് എന്തായാലും നല്ല ഓഫറാണ്. മൈജിയില് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതെ അതെ, നമ്മളിപ്പം രണ്ടിടത്ത് പോയത് കൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പം ഒരിടത്ത് എടുക്കുന്നത് മറ്റേ സ്ഥലം മോശമായെന്ന് ആരും വിചാരിക്കല്ലേ. എനിക്ക് ഫസ്റ്റ് കയറി മൈജി പറഞ്ഞതൊക്കെ പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ആദ്യം വ്ലോഗ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും എത്ര ഹാപ്പി ആയിരുന്നു എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് രണ്ടിടത്തും രണ്ട് രീതിയാണല്ലോ, അതുകൊണ്ട് സെൽഫോണിന്റെ തന്നെ എടുത്തു. അപ്പം ഞാൻ ഉടനെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരണം എന്നാണ് എന്റെ ആഗ്രഹം. മേ ബി ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ എടുക്കാൻ മാക്സിമം നോക്കും. എന്റെ കൂടെ നീയും വരുന്നു. ഇവനും എന്തായാലും ഇവനും കാണും ഫോൺ എടുക്കാൻ. അതിന്റെ ഞാൻ ചോദിക്കുന്നത് നീയും എടുക്കുന്നോ പുതിയൊരു ഫോൺ? ഒരു ടൈം ആവുമ്പോ ലെറ്റ്സ് സീ എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും എന്തായാലും ഒരു അൺബോക്സിംഗ് എക്സ്പെക്ട് ചെയ്യാം. അൺബോക്സിംഗ് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യും ഞാൻ ഏതായിരിക്കും എടുക്കുന്നത്. പുതിയ ഫോൺ ഏതെങ്കിലും എടുത്തവരാണെങ്കിൽ റിവ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ ഇതാ കമന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആയിരുന്നു. ഇതെല്ലാം നമ്മൾ പോയ കാര്യം അടിപൊളിയായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. എല്ലാം നല്ലപോലെ നടന്നു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ഉറപ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ ബൈ.